ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രീ എനർജിയുമായിട്ടാണ്. യൂട്യൂബിൽ ഒരുപാട് ഫ്രീ എനർജി ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട്. അതൊന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി ബെല്ലൈക്കൺ പാട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റാൻഡിന് വേണ്ടി ഒരു മൾട്ടിബിളിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാ സ്പീക്കറിലെ റൗണ്ട് മാഗ്നറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അതായത് വികർഷിക്കുന്ന രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പുറമെ ഒരു മാഗ്നറ്റും കൂടെ വേണം. അതിൽ പവർ മാഗ്നറ്റാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കാർബൺ സ്റ്റീൽ പവർ മാഗ്നറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചെറിയ കോയൻ ടൈപ്പ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ വയറിങ്ങിൻ്റെ ഒരു അരഞ്ച് പൈപ്പാണ്, ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ എടുത്ത് നീളമുള്ള കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളെടുത്ത ഈ കാർബൺ മാഗ്നറ്റ് നമ്മൾ അതിലേക്ക് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഫ്രീ ആകുന്ന എനർജി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വയറിങ്ങിൻ്റെ വയർ ആവശ്യമാണ്. 2.5 വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1 മീറ്ററുള്ള വയറാണ് വേണ്ടത്. അത് നമ്മൾ ഇതിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഈ രണ്ട് മാഗ്നറ്റിനുള്ള ഇതും ഉള്ളിലെ നമ്മളെ പൈപ്പിൽ വെച്ച മാഗ്നറ്റിൻ്റെയും ഫ്ലക്സ് നമ്മൾ ഈ വയറിലേക്കാണ് കട്ട് ചെയ്യും. ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോഴാണ് അതിലേക്ക് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. നമ്മൾ ഈ ചുറ്റിയെടുത്ത വയർ നല്ലതുപോലെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു സൂപ്പർ ഗ്ലൂ വെച്ചോ അല്ലെങ്കിൽ MC-ലോ സെല്ലോ ടാപ്പോ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ വയർ അവിടെ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളെ ഈ ചുറ്റിയെടുത്ത വയർ പൈപ്പും മാഗ്നറ്റുള്ള ഭാഗം മാഗ്നറ്റ് അടിയിലുള്ള ഭാഗം നമ്മൾ ഈ എടുത്തു വെച്ച മാഗ്നറ്റിൻ്റെ ഈ ഹോളിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ ആ ഒരു ഫ്ലക്സ് ഇതിലേക്ക് കറണ്ട് പ്രൊഡ്യൂസ് ആകാനുള്ള ഇത് കിട്ടുള്ളൂ. ഇതിൽ നിന്ന് കറണ്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബൾബ് ഹോൾഡർ എടുത്തിരിക്കുകയാണ്, ഒരു LED ബൾബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ 2 വയർ സ്ക്രൂ ചെയ്തെടുക്കുക, സാധാ ചെയ്യുമ്പോൾ തന്നെ. ഈ മാഗ്നറ്റും പൈപ്പും വയറെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്കൊന്ന് സ്റ്റാൻഡായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി നേരത്തെ എടുത്തു വെച്ച ആ ഷീറ്റിലേക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഈ LED വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ AC കറണ്ടിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം പ്ലഗിൽ വെച്ചിട്ട്. നമ്മുടെ ഈ AC ലൈനിൽ നല്ല ബ്രൈറ്റായിട്ട് കത്തുന്നതായി കാണാം. ഇനി ഈ ബൾബ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്രീ എനർജിയുടെ 2 എൻഡിലേക്ക് കണക്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ബൾബ് പ്രകാശിക്കുന്നത് കാണാം. നമ്മൾ രണ്ട് എൻഡിൽ നമ്മൾ വയർ തൊടിച്ച സമയത്ത് ബൾബിൻ്റെ രണ്ട് കണക്ഷൻ നമ്മൾ കൊടുത്ത സമയത്ത് പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. പക്ഷേ ഇതിൽ ചെറിയൊരു തട്ടിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് വീഡിയോസിൽ ഒരുപാട് യൂട്യൂബ്സിൽ നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. ഇതിൽ ഇതുപോലെ രണ്ട് മാഗ്നറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും കമ്പിയോ കോപ്പറോ വെച്ചിട്ട് ഇതുപോലെ ബൾബ് കത്തിയുന്നത് നിങ്ങൾ കാണാം. ഇത് അറിയാത്ത ഒരുപാട് പേര് വിചാരിക്കും ഇത് ഫ്രീ ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇതുപോലെ ഒരിക്കലും ഫ്രീ ആയിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒരു കോപ്പർ വയർ കട്ട് ചെയ്യണം, ഒന്നെങ്കിൽ ആ മാഗ്നറ്റ് കറങ്ങണം, അല്ലെങ്കിൽ അതിലെ കോപ്പർ കറങ്ങണം. ഒന്നെങ്കിൽ ചലനം ഉണ്ടായാൽ മാത്രമേ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ട് ഞാനിതൊന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നൊരു കരുതി ചെയ്തതാണ്. ഞാനതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഇൻവെർട്ടർ ബൾബ് LED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഇൻവെർട്ടർ ബൾബ് LEDക്ക് ഇതിൻ്റെ രണ്ട് എൻഡുകൾ നമ്മൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ അത് ബൾബ് പ്രകാശിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പേര് രണ്ട് മാഗ്നറ്റ് വെച്ച് അതിന് പകരം എന്താ അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ വയർ അടിയിൽ കൂടെയൊക്കെ എടുത്തിട്ട് നമ്മളെ പവർ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ കാർബോർഡിൻ്റെ അടിയിൽ കൂടെ മെയിൻ ലൈൻ ഫേസ് വന്ന് കാണാം. നമ്മൾ വിചാരിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ. ഒരിക്കലും ഒരു മാഗ്നറ്റിൽ ഒരു കോപ്പറിൻ്റെ രണ്ട് വയർ വെച്ചാൽ ഒരിക്കലും ഒരു ബൾബും ഒരു LED പോലും കത്തില്ല. പക്ഷെ അവിടെ ചലനം ഉണ്ടായാൽ വർക്ക് ചെയ്യും. കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മോട്ടറിൻ്റെ ഊരിയ ഒരു ഭാഗമാണ്. അതിൽ ഫുള്ള് മാഗ്നറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ അതിൽ ഇറക്കി വെക്കാനുള്ളതിൽ കോപ്പറാണ്. അതിൽ വൈൻഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഊരിയ ഒരു മോട്ടറാണ്, അതിൻ്റെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഊരാത്ത ഒരു മോട്ടറാണ് നമ്മൾ ഇതിൻ്റെ എടുക്കുന്നത്. ഇതുപോലെ തന്നെ സ്ട്രെച്ചറുള്ള ഒരു മോട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു DC മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു DC മോട്ടറിൻ്റെ ഈ രണ്ട് എൻഡിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോട്ടർ നമുക്ക് ഈ ഷാഫ്റ്റ് കറങ്ങുന്നതായി കാണാം. അതിന് പകരം നമ്മളത് ഓപ്പോസിറ്റ് പ്രവർത്തനമായി ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റിൻ്റെ ഈ രണ്ട് സപ്ലൈ കൊടുക്കുന്ന രണ്ട് ഭാഗത്ത് നമ്മൾ സാധാ ഒരു 3 വോൾട്ടിൻ്റെ ഒരു LED ആണ് കണക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഷാഫ്റ്റിൽ കോപ്പർ വൈൻഡിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ഈ കോപ്പറിന് ചലനം ഉണ്ടാവുകയും ഈ കറണ്ട് നമ്മുടെ ഇതിലേക്ക് വയറിലേക്ക് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പാടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.